ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, വേദലക്ഷ്മി, അബിൽ ദേവ്, കാശി തുട്ട് തുട്ട് മണി മണി. അപ്പോൾ ഈ വിഷയങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സ്റ്റോറിയിൽ, വേദലക്ഷ്മിയുടെ സ്റ്റോറിയിൽ ശ്രദ്ധിച്ചവരുണ്ടാവും. വേദലക്ഷ്മി യൂസ് ടു ടാഗ് മീ ഇൻ ഹെർ സ്റ്റോറീസ്, എനിത്തിങ് ഷീ പോസ്റ്റ് ഓൺ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അന്ന് തന്നെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ സായി നിന്നെ ആ പോസ്റ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്യുന്നത്, നീ അത് റീമെൻഷൻ അടിച്ച കാര്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ളത്. റോബിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എനിക്ക് കുറച്ചധികം കാലമായിട്ട് അറിയാം. സോ എനിക്കിതിലൊരു വൺ ലൈൻ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് തുടക്കത്തിൽ ഈ വീഡിയോയുടെ. നമ്മൾ കാശിൻ്റെ പ്രശ്നം വരും, ഫിനാൻഷ്യലി ഡൗൺ ആവും, പല സീനുകളും ഉണ്ടാവും. നമ്മളെക്കൊണ്ട് കടം ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ലൈഫ് നമ്മളെ കൊണ്ടുപോകും. അതൊക്കെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. പക്ഷെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കടം വാങ്ങരുത്. പിന്നെ കടം വാങ്ങുമ്പോൾ അത് കൃത്യമായി തിരിച്ചു കൊടുക്കണം. പറഞ്ഞ സമയത്തിന് ഇനി ഒരു 10 ദിവസം വിട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഡ്രാഗ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കടം വാങ്ങുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ വ്യക്തിനോട് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് അത്രയും കെഞ്ചി വാങ്ങുന്നതാണ്. അയാൾ നമ്മളെ സിറ്റുവേഷൻ കണ്ട് റെസ്പെക്റ്റായിട്ട് നമുക്ക് തരുന്ന പൈസയാണ്. ആ റെസ്പെക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കണം. പിന്നെ ഈ പൈസ തിരിച്ചു കൊടുക്കാതെ ആകുമ്പോൾ അയാളുടെ ലൈഫിൽ, നമ്മൾ ആരെ കയ്യിൽ നിന്നാണോ കടം മേടിച്ച് അയാളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കും വേണം. നമ്മളൊരു സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്ത ഒരാളെ കൃത്യമായ ആ പൈസ തിരിച്ചു കൊടുത്ത് അയാളോടുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കണമല്ലോ. റോബിൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്നറിയാം. ഇത് ഞാൻ റോബിന് ഈ വീഡിയോ കാണുകയാണെങ്കിലും റോബിനോട് ഞാൻ നേരിട്ട് ഫോണിലാണെങ്കിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. 5 ലക്ഷം തരൂ, ഞാൻ 2 ദിവസം കൊണ്ട് 5,75,000 തരാം. 2 ലക്ഷം തരൂ, ഞാൻ തിരിച്ചു വരുമ്പോൾ 2,50,000 തരാം. എനിക്ക് വട്ടിപ്പലിശയ്ക്ക് എടുത്തു തരൂ, എനിക്ക് പലിശയ്ക്ക് കിട്ടൂ. അറിയാം ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ, അതെന്ത് വാട്ട് എവർ റീസൺ, ആ റീസണൊന്നും ഞാൻ ട്രാക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വാഗ്ദാനങ്ങളിലൂടെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാൽ, അല്ലെങ്കിൽ പലിശ എന്ന് പറഞ്ഞ സാധനം സ്വയം ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ലൈഫ് അവിടെ തീരും. ഓക്കെ. ആൻഡ് ഇനിയുള്ള കാര്യങ്ങൾ, എനിക്ക് ഈ വിഷയങ്ങൾ കുറച്ചധിക കാലമായിട്ട് ഇപ്പോൾ ആസ് യൂഷ്വൽ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഇവൻ എല്ലാ വിഷയങ്ങളും അറിയുന്ന ഒരുത്തരാണോ എന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരുന്നു, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഇതിനകത്തുള്ള ആളുകളെ പരിചയമുള്ളതുമായിട്ട്. സോ പല പ്രശ്നങ്ങൾ വരുമ്പോഴും പലരും എന്നോട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഞാൻ അറിയാറുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫസ്റ്റ് റോബിൻ തന്നെയാണ് എന്നോട് ഒരു ഇത്ര എമൗണ്ടിൻ്റെ കടമുണ്ട് എനിക്ക്, ആ എമൗണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ഇത്ര വലിയൊരു എമൗണ്ടിൻ്റെ കടമുണ്ട് എനിക്ക്, ഞാൻ മാസം അടച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരു അറ്റം മുട്ടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ടൈം അറിയാലോ റോബിൻ്റെ, ഭയങ്കര രാജാവായി നിന്നിടത്തുനിന്ന് പറ്റ പ്രൊമോഷനും സാധനങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ഡൗൺഫോൾ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ കയറി. സോ ഫിനാൻഷ്യൽ ബ്ലോക്ക് ഓബിയസ്ലി കാണും. പിന്നെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എക്സ്പെൻസീവാണ്, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസീവ് ആവും. സോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പൈസ കടം വാങ്ങുന്നൊരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനെത്തുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പോഴത്തെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബിൽ ദേവിന് റോബിൻ പൈസ കൊടുക്കാനുണ്ട്, അതിനൊരു ചോദ്യവുമില്ല. ഓക്കെ, അതിന് വേറൊരു ചോദ്യം നമ്മൾ പോയിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കാനുള്ളതാണ്. കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തിട്ടുമില്ല. ഓക്കെ, കൊടുക്കും എന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തിട്ടുമില്ല. ഇനി ഇതൊരു അബില്ല് നിൽക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഇതൊരു അബില്ല് നിൽക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒരുപാട് വേറെ വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ അവരാരും പുറത്ത് വന്നിട്ടില്ല, റോബിൻ അവരുടെ ആരുടെ പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഡീൽ എന്താണെന്നുള്ളത് അവർ തമ്മിലായിക്കോട്ടെ, ഞാൻ അതും ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. ആകെ വന്ന അബിലിൻ്റെ വിഷയം വെച്ചു, പിന്നെ ഈ BJP പൊളിറ്റിക്സിൻ്റെ സാധനം വെച്ചു, പുറത്ത് വന്ന ഡീറ്റെയിലുകളൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഫൈൻ. കാരണം എനിക്ക് ഇവിടെ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ റോബിൻ കടം വാങ്ങാനുള്ള ഒരു അവസ്ഥ, കടം വാങ്ങി പെട്ടുപോയാളുടെ അവസ്ഥയൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുമ്പോഴും ഞാൻ അതിന് മുകളിൽ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്നറിയും, ഞാൻ സമ്പാദിച്ച പൈസ ഞാൻ ഒരാൾക്ക് സഹായമായിട്ട് കൊടുത്തിട്ട് അത് ഞാൻ പോയി കെഞ്ചി മേടിക്കേണ്ട ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. 1-2 പൈസയല്ല, എഗെയിൻ ഞാൻ പറയുന്നു 1-2 പൈസയല്ല, ലക്ഷക്കണക്കിന് രൂപ. ഓക്കെ. സോ നമുക്ക് ഇന്നലത്തെ ഡോക്ടർ റോബിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഓരോ 1 by 1 പോർഷൻസ് കാണാം. അതല്ലാതെ കുറച്ചധികം ചാറ്റും വോയിസും അടക്കം കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ
വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം, ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യനും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, സി ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണ് റോബിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ. അല്ലാതെ റോബിൻ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും വഴിക്ക് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഒരു അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ഡീലിംഗ്, അതിൽ തന്നെ അബിലുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡീലിങ്ങിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ മുകളിൽ വന്ന എസ്കലേഷൻസ്, അതിൽ വേദലക്ഷ്മിയായിട്ടും ഫിനാൻഷ്യൽ ഡീലിങ്ങുകൾ. ഓക്കെ, ഇത് ഞാൻ പലപ്പോഴായിട്ട് റോബിനോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന പലരോടും പറയാനുള്ളൊരു കാര്യം, സോഷ്യൽ മീഡിയയിലുള്ളവരോട്. നമുക്ക് ഇൻകം വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കണം മുന്നിലേക്ക്, ഒരു ഡൗൺഫോൾ, എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടുന്ന രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പെട്ടൊരവസ്ഥയാണ്, നമ്മൾ ഫിനാൻഷ്യലി ക്രിഞ്ചായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്, അധ്വാനിക്കണം. വെറുതെ ഇരുന്നിട്ട് പഴയ പ്രതാപത്തിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പൈസ കൊടുന്നു തരില്ല. അതിൻ്റെ പേരിൽ പൈസ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അത് തീരാൻ പറ്റാത്ത കടമായിട്ട് മാറും. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റൻസ് ആണ്. നമ്മളിങ്ങനെ നിൽക്കണം ഫ്രഷായിട്ട്. ഞാൻ പണ്ടത്തെ രാജാവാ, ഞാൻ പണ്ടത്തെ പുലിയാന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കോണ്ടൻറ്റുകൾ ചെയ്യണം, സോഷ്യൽ മീഡിയ സ്പേസിൽ എക്സിസ്റ്റിംഗ് ആവണം. ഓക്കെ, എന്നാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യും, ഒരാളോട് ഒരു കടം നമ്മളെ കണ്ട് ഒരാളൊരു പൈസ വരുമ്പോൾ നാളെ പിന്നെ അത് റീപേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആ കടം തരുന്ന ആൾ ചിന്തിക്കും. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയും കൂടി എടുക്കണം, ഒപ്പം ചുമ്മാ ഇരിക്കരുത്. ഓക്കെ, അതൊരു അഡ്വൈസ് ആയിട്ട് തന്നെ ഒപ്പം എൻ്റെ ഈ സർക്കിളിലുള്ളവർ കൂട്ടുക. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിൻ്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ് സാറിൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബർത്ത്ഡേ എൻ്റെ മാരേജിൻ്റെ ദിവസമായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞു, എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? അതായത് ഇത്ര കാലം ഹെൽപ്പ് ചെയ്ത ഒരാളെയാണ് പീഡന കേസിലെ പ്രതിയെന്നൊക്കെ റോബിൻ ഇപ്പം പറയുന്നത്. റോബിൻ ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണമെന്നേ ഞാൻ പറയുള്ളൂ. റോബിനെ പല സിറ്റുവേഷനിലും പൈസ തന്ന് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി. ആ പൈസയുടെ ടേംസിലാണ് നിങ്ങൾ തമ്മിൽ എന്തായത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കമുണ്ട്. ഓബിയസ്ലി കാശ് തന്നൊരുത്തന് കൃത്യം പറഞ്ഞ സമയത്ത് ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ റിയാക്ട് ചെയ്യില്ലേ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ സഹായിച്ച ഒരാൾ ഞാൻ ഇപ്പോൾ കുറേ ഓഡിയോ ചാറ്റ് ചെയ്യാൻ കണ്ടു റോബിനെ. അതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ മൈ ഗോഡ്, ദൈവം, മനുഷ്യത്വമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ ഒരാളെയാണ് പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇനി അയാൾക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുള്ളപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് അയാളുടെ ബാക്ക്ഗ്രൗണ്ടോ അയാളുടെ പാസ്റ്റോ വാട്ടെവർ അത് ഡിഗ് ചെയ്തെടുത്തു കൊടുന്ന് ഇപ്പോൾ നിനക്ക് സംസാരിക്കാൻ പറ്റി. കാശ് വാങ്ങുന്ന സമയത്ത് നിനക്ക് അറിയില്ലായിരുന്നോ ഈ വ്യക്തി ആരാ എന്താന്നുള്ളത്? ഈ റോബിൻ പറഞ്ഞ അതേ ടൈം ലൈനിലാണ് അബിൽ ദേവ് എന്നെയും ഫോൺ വിളിക്കുന്നത്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ പ്രീവിയസ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ ഡോക്ടർ CJ റോയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അഭിഷേകിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടാണ് നമ്മളേക്ക് വിളിക്കുന്നത്. ആൻഡ് അഭിഷേകാണ് എനിക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് നീ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, നിനക്ക് കുറേ പൈസ കൊടുത്തു തീർക്കാനുണ്ട്, അത് ഇത്ര എമൗണ്ടാന്നൊക്കെ എന്നോട് പറയാം, ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അഭിഷേകാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് അബിൽ ദേവ് ആണെന്നും അബിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതേ അബിയാണ് അഭിഷേക്, ബിഗ് ബോസിലുണ്ടായിരുന്ന അഭിഷേക് ശ്രീകുമാർ. അബിയാണ് അബിൽ ദേവിൻ്റെ നമ്പർ കൊടുത്തിട്ട് ബിഗ് ബോസിലുള്ള ഇപ്പം നമ്മളെ സീസണിലുള്ളവരൊക്കെ വിളിച്ചത്. അപ്പോൾ അതേ ടൈം ലൈനിലാണ് നിന്നെയും വിളിച്ചിട്ടുള്ളതെന്നാണ് നീ ഇതിൽ പറയുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് ഏകദേശം ഞാനൊക്കെ അബിലിനെ പരിചയപ്പെടുന്ന അതേ ടൈമിലാണ്. ഞങ്ങളാരും ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് ഒന്നും അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ അബിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നിനക്ക് അറിയുന്ന പോലെ തന്നെ ആ ടൈം മുതൽ അറിയാം. പക്ഷേ നിനക്ക് ആ വ്യക്തി അബിൽ എന്ന് പറഞ്ഞ വ്യക്തി ഫിനാൻഷ്യലി സൗണ്ടാണെന്നും ആ വ്യക്തിക്ക് CJ റോയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നും നിൻ്റെ ഫിനാൻഷ്യൽ വിഷയങ്ങളിൽ ആ വ്യക്തി ഹെൽപ്ഫുൾ ആവുന്നുള്ളതും കൊണ്ടും ആയിരിക്കുമല്ലോ നീ ആ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഓബിയസ്ലി അല്ലേ? അല്ലാതെ അല്ലേ ബാക്കിയുള്ളവരാരും എനിക്കറിയില്ല ആ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോന്ന്. അന്ന് ഒരുപാട് പേർക്ക്
അബിൽ ഫോൺ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ സീജറോയുടെ ബർത്ത്ഡേ ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ യു യൂസ്ഡ് ഇറ്റ്, യു ക്യാഷ്ഡ് ഇൻ ഇറ്റ്. നീ ക്യാഷ് ഇൻ ചെയ്തു അവിടെ അല്ലേ? അപ്പം നീ വന്നിരുന്നു ഒരിക്കലും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ കേട്ടു, ഈ ലക്ഷ്മി ഇട്ട ഒരു സ്റ്റോറിക്കകത്ത് അബിലിൻ്റെ അമ്മയെ വൃത്തിയോട് പറഞ്ഞിട്ട്, റോബിൻ്റെ അമ്മ വയ്യാതെ നടക്കുന്ന സമയത്ത്, ഐ എം വെരി സോറി ടു സേ ദിസ്, വേറെ ആരും നിന്നെ കാശ് കൊണ്ട് സഹായിക്കാൻ ഇല്ലാത്തൊരു ടൈമിൽ നീ മനുഷ്യത്വമുള്ള മനുഷ്യനായി കണ്ട അബിൽ ദേവ് നിന്നെ സഹായിച്ചതിൻ്റെ ചാറ്റും ഓഡിയൊക്കെ ഞാൻ കേട്ടതും കണ്ടതുമാണ് റോബിനെ. ആ വ്യക്തിയുടെ അമ്മയെ, അത് മരണപ്പെട്ട ഒരു അമ്മയെ നിനക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അവരെ വരെ വൃത്തിയോട് വിളിച്ച് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകുമ്പോൾ വാട്ട് ഹ്യൂമൻ ബീങ് ആർ യു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോഴും ഞാനും നീ തമ്മിൽ ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഇല്ല. ഞാനും നീയും തമ്മിലുണ്ടായിരുന്ന ഒരു ട്രാൻസാക്ഷൻ ദാറ്റ് 2-3 ദിവസം മുന്നേ നീ അത് എനിക്ക് തിരിച്ച് ചെയ്തു തന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാരണം എനിക്കതൊരു ബേർഡനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. പക്ഷെ ഈ വ്യക്തിക്ക് 1-2 പൈസയല്ല. എന്നിട്ട് അയാളുടെ വീട്ടുകാരെ പറയുക, അയാളെ പറയുക, മോശമല്ലേ? വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടിക്കിൽ വരുന്നു, പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല, എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നോറയ്ക്ക് അഗൻസ്റ്റൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ടല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലിയുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ അത് അയച്ചു കൊടുത്തു. എന്താണ് റോബിനെ, കാശിന് അത്യാവശ്യം എല്ലാവർക്കും വരും. കാശിന് അത്യാവശ്യം വരുമ്പോൾ നമ്മളെ ആദർശങ്ങളും നമ്മളുടെ ഇഷ്ടമുള്ളതും ഇല്ലായ്മയൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ നമ്മൾ കാശ് കിട്ടുമ്പോൾ എന്തും വിളിച്ച് പറയും, നമ്മളുടെ എത്തിക്സ് എടുത്ത് വയ്ക്കും, നിലപാടുകൾ മാറ്റുന്നുള്ളതാണോ? അങ്ങനെയാണോ? ഇപ്പം ഈ പറഞ്ഞതെന്ന് എന്താ മനസ്സിലാവുന്നത്? അന്ന് ബിഗ് ബോസ് നടന്ന സമയത്തൊക്കെ വേദലക്ഷ്മിയുടെ പോസ്റ്റുകൾ റോബിൻ ഇടുന്ന സമയത്ത് ഞാൻ അന്നൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്കൊക്കെ ഊഹിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. അബിലുമായിട്ട് വനിതാ വിനീതയുടെ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് ഇയാൾ വരും ദിവസങ്ങളിൽ ഭയങ്കര ഫേമസ് ആവും, മൈ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ട് അബിലിനെ പൊക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പം കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് രീതിക്കും നിൽക്കുന്നുള്ളതാണ് റോബിൻ്റെ ലൈൻ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒന്നും പറയാനില്ല അളിയാ. ഓക്കെ, പിന്നെ ഈ ബിഗ് ബോസിൻ്റെ കാര്യങ്ങളിലാണല്ലോ ഇപ്പോൾ വേദലക്ഷ്മിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അബിൽ ദേവ് വന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ ബിഗ് ബോസിലേക്ക് ശോഭയും റിയാസൊക്കെ ഗസ്റ്റായിട്ട് പോയ ടൈമിൽ, അതായത് വേദലക്ഷ്മിയുടെ സീസണിൽ, കഴിഞ്ഞ സീസണിൽ റോബിനെ ഗസ്റ്റായിട്ട് വിളിച്ചു, നെഗോസിയേഷൻസ് നടക്കുന്നു ഏഷ്യാനെറ്റുമായിട്ട്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ലക്ഷ്മിയോട് ഞാൻ പറയും, ഒരു ലെറ്റർ എഴുതി തന്നാൽ മതി, ഈ ജഡ്ഡിക്കകത്ത് വെച്ച് പോവാം. അങ്ങനെ പല കഥകളും അബിൽ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലുണ്ട് അന്ന് ആ ടൈമിൽ, അതായത് ആ കഴിഞ്ഞ ടൈമിൽ. അപ്പം ഞാൻ അങ്ങനെ അന്തം വിട്ടുപോയി. കമോൺ, അതെങ്ങനെ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ബിഗ് ബോസ് കയറുമ്പോൾ അടിമുടി തപ്പിയിട്ട് അവരകത്ത് ഉള്ളൂ. ഒന്ന്, രണ്ടാമത് റോബിനെ ഇത്രയും വലിയൊരു പേയ്മെൻറ്റ് വിളിച്ച് കയറ്റാൻ ഒരു സാധ്യതയില്ല. അത് അന്ന് തന്നെ ഞാൻ അബിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ബിഗ് ബോസ് നടക്കുന്ന ടൈമിലല്ല, കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഡിസ്കഷനിൽ വന്നപ്പോൾ. അപ്പോൾ അവിടെ ആരാണ് ബിഗ് ബോസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ അബിൽ ദേവിനെ ലൂട്ട് ചെയ്തത്? ഈവൻ ചാറ്റുകളുടെ അകത്തും ഉണ്ട് ദ സീസൺ 8 വിന്നർ അബിൽ ദേവ്. ഒരു വശത്ത് ലക്ഷ്മീനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു സാധനം പറഞ്ഞ് ഒരു സൈഡിൽ പൈസ മേടിച്ച്, അടുത്തൊരു സൈഡിൽ അത് ഈ മണ്ടൻ അബിൽ കൊടുക്കും ചെയ്തു. അതാ രസം. അത് വേറെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനിടയിൽ കൂടി ഈ സീസൺ 8 അബിൽ ദേവിനെ കയറും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്, കയറ്റുന്നല്ല കയറും
നിങ്ങൾ വിന്നർ ആവും. ബിഗ് ബോസ് വിന്നർ എന്നൊക്കെ പറഞ്ഞുള്ള ചാറ്റുകളൊക്കെ ഞാൻ കണ്ടു. സോ അവിടെ ബിഗ് ബോസ് നിങ്ങൾ നൈസായിട്ട് ഉപയോഗിച്ചല്ലേ. ഞാൻ എഗെയിൻ പറഞ്ഞു, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വരും. ആർക്കും അങ്ങനെ വരാതിരിക്കുന്നില്ല. നാളെ എനിക്കും വരാം, കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് വരാം, ഹെൽപ്പ് ചോദിക്കാം. നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്ത ആളെ എന്ത് ചെയ്യരുതെന്നറിയോ, ഈ രീതിയിലൊന്നും എന്താ പറയുക ടാർണിഷ് ചെയ്ത് വിടരുത്. ഓക്കെ, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ അത്രയും അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളൊരവസ്ഥ വരും. ഇത് അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇത് മറ്റേ ലൈനാണ്, കാശ് ഞാൻ വാങ്ങി, ഇനി നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചോ. കാശ് കൊടുത്തവനാണ് ഊളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇപ്പോൾ ഒരാൾക്കൊരു 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് ഞാൻ അവൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് തിരിച്ചു തരുന്ന ഗ്യാരണ്ടിയിൽ ഞാൻ കൊടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ് ബാക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മേടിച്ചോ, എനിക്കിപ്പോൾ തരാൻ സൗകര്യമില്ല. അങ്ങനെ പറയുന്നവരേ ലോക കള്ളന്മാരാണ്. അവരുടെ ആവശ്യം എന്താ പറയുക, ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി ഡ്രാഗ് ചെയ്ത് വർഷങ്ങളോളം പോകണം. കാശ് മേടിക്കാൻ വരുമ്പോൾ ഈ പറഞ്ഞ ഇതൊന്നും കാണൂല. യാചനയും എരക്കലും മാത്രമായിരിക്കും. തിരിച്ചാ പൈസ നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇത് നമ്മൾ കേൾക്കണം. ഇങ്ങനത്തെ അവസ്ഥയിൽ പോണ ഒരുപാട് പേരുണ്ടേ ഈ നാട്ടിൽ. പലരും മാനാഭിമാനം ഓർത്ത് ചിലപ്പോൾ പുറത്ത് പറയാതിരിക്കും. പിന്നെ ഇതിലിപ്പോൾ റോബിന് പറയാണ്ടാവുക ഭീഷണിയുടെ സ്വരം ഭീഷണി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അബിൽ ഭീഷണിപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ റോബിനെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരൊക്കെ എനിക്കറിയാം. പല സ്റ്റോറീസും എനിക്കറിയാം. ദുബായിൽ നിന്ന് വന്നവരും തിരുവനന്തപുരത്ത് നിന്ന് വന്നവരൊക്കെ എനിക്കറിയാം. ആ കഥകളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സാധനങ്ങളൊന്നും നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞോ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അബിൽദേവ് വില്ലനാണ്. അബിൽദേവാണ് കാശ് കൊടുത്ത് റോബിനെ പല വാഗ്ദാനങ്ങളും അങ്ങോട്ട് കൊടുത്ത് റോബിന് വെറുതെ കൊണ്ടുപോയി കൊടുക്കുക. അബിൽദേവിന് കഴപ്പാണ്. അബിൽ വെറുതെ കൊണ്ടുപോയിട്ട് കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഏത് ലക്ഷ്മീനെ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്ത് വിന്നറാക്കാനൊക്കെ റോബിൻ്റെ ആർമീനെ കണ്ടിട്ട് അത്രയും വോട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കഴപ്പ് മൂത്ത് കൊടുത്തു എന്നുള്ള രീതിക്കാണ് ഈ സാധനം പോണത്. അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരനെ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല. മനസ്സിലായില്ല. കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇൻറ്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പം ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പം ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മീനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുടെ, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റാ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. കാശ് തന്ന ഒരാൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല, തിരിച്ചാ കാശ് അയച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് അതെന്ത് തരം ന്യായമാണെന്നുള്ളത് എൻ്റെ നാക്കിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നില്ല അതിന്. പിന്നെ ഈ കാശ് വാങ്ങിയ കണക്കുകൾ പലതും അക്കൗണ്ടിലും പലതും ബൈ ഹാൻഡാണ്. ഇത് കാണിച്ച ഈ ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസ ബൈ ഹാൻഡ് വാങ്ങിയ പൈസ തിരിച്ചിട്ടതല്ല എന്ന് റോബിന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഞാൻ ഒരാൾക്കൊരു കാശ് കൊടുത്തു, ഓക്കെ, എന്നോട് ഈ കാശ് മേടിക്കുന്നവൻ പറഞ്ഞത് എന്താണെന്നറിയോ, അളിയാ നീ എവിടുന്നെങ്കിലും കാശ് സംഘടിപ്പിക്കുക, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങ്, എന്നിട്ട് എനിക്ക് കാശ് താ, ഞാൻ തിരിച്ചു തരുമ്പോൾ ഒരു 10, 20, 30 ഞാൻ കൂടുതൽ തരാം. ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ഒരാളാണെങ്കിൽ ഞാൻ ഇവൻ്റെ വാക്ക് കേട്ടിട്ട്, ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് പ്രബീനുണ്ട്, ഞാൻ പ്രബീൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചു, ഏത് ഇവന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ റോബിൻ സായി പ്രബീൻ തന്നെ കൂട്ടിക്കുക, റോബിന് വേണ്ടിയിട്ട്
റോബിൻ ഇന്നെ വിളിച്ച് പറയുകയാണ് ഒരു 3 ലക്ഷം റുപ്യ വേണം, അത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അളിയാവൊന്ന് ഒപ്പിച്ചതാ, ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് തരാം, തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ 3,50,000 തിരിച്ചു കൊടുക്കാം 10 ദിവസം. എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ വേറെ ഒരാളെ നിന്നോട് ഒപ്പിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രബീനെ നിന്ന് ഒപ്പിക്കും. പ്രബി പലിശയ്ക്ക് കൊടുക്കുന്നവനാണെങ്കിൽ ഓൻ്റെ നിന്ന് വാങ്ങും, അല്ലെങ്കിൽ ഓൻ്റെ ഇന്ന് ഒരു സർട്ടൻ എമൗണ്ട് ഒരാളെ സഹായിക്കാനെന്ന് പറഞ്ഞ് മേടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവന് കൊടുക്കും. ഈ പൈസ തിരിച്ച് എൻ്റെ അക്കൗണ്ടിൽ ഇടണ്ടാ, നേരെ പ്രബീൻ്റെ അക്കൗണ്ടിൽ കിട്ടോ എന്ന് പറയുന്നത് ഒരു തെറ്റാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. നമ്മളെ കയ്യിലില്ലാതെ നമ്മളെ കൊണ്ട് വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിപ്പിച്ച് ഇവന് നമ്മളത് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് ആ പൈസ രണ്ടാമത് നമ്മളെ അക്കൗണ്ടിൽ, ചിലപ്പോൾ നമ്മളായിട്ട് എടുത്ത് കൊടുത്തതായിരിക്കില്ല, വെറുതെ എന്തിനാ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണേ? ഇവൻ പറഞ്ഞിട്ട് ഞാൻ വേറൊരാളെ നിന്ന് മേടിച്ചാണെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇവന് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ പോരെ? അതൊരു ലോജിക്കല്ലേ? അല്ലെങ്കിൽ അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? ഹൗ മാനിപ്പുലേറ്റിംഗ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താ ബിഗ് ബോസാ? ഇന്നലെ അവിടെ വന്ന മീഡിയക്കാർ മൊത്തം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ പോലെയാന്ന് വിചാരിച്ചോ റോബിൻ? ബിഗ് ബോസിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം. ബിക്കോസ് ആ ഷോ ഇറ്റ് സെൽഫ് വെട്ടി സ്ക്രിപ്റ്റ് ആക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പുറത്ത് വിടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് ഷോവും മാനിപ്പുലേറ്റ് ചെയ്യും. ഷോന്ന് പുറത്തിറങ്ങിയിട്ട് അത്യാവശ്യം ബുദ്ധിയുള്ളവനും ആ ക്രൗഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ബട്ട് റിയൽ ടൈമിൽ അത് കുറച്ച് പണിയാണ് റോബിനെ. ഇറ്റ്സ് വെരി ഹാർഡ്. കാശ് കൊടുക്കാനുണ്ടെങ്കിൽ കാശ് കൊടുത്തേ പറ്റൂ. 1 രൂപയെങ്കിൽ 1 രൂപ നമുക്ക് ഒരാളുടെ കടം ഉണ്ടെങ്കിൽ അത് തീർത്തേ പറ്റൂ. എനിക്കറിയാം റോബിനോട് ഇപ്പോഴും പൈസ ചോദിക്കാതെ ഉള്ള വ്യക്തികൾ ആരൊക്കെയാന്നുള്ളത് എൻ്റെ പേഴ്സണൽ സർക്കിളിൽ. എനിക്കേ കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ്. അതെന്തിനു തന്നു എന്നുള്ളപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീഡിയോ ചെയ്യും. ഓബിയസ്ലി ഞാൻ വീഡിയോയിൽ എന്ത് പറയരുത്, എനിക്ക് തരാനുള്ളതിൻ്റെ കാര്യം പറയരുത് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഞാനത് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇത്ര മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആൾ ഞാൻ അങ്ങനെ ചെയ്താലോ അങ്ങനെ ചിന്തിക്കുമല്ലോ. ഞാനതൊരു ചിന്തിച്ചു പോയതാണ്. കാശ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. അതിന് മുടന്ത ന്യായങ്ങളില്ല. കാരണം ഈ കാശ് വാങ്ങുന്ന സമയത്ത് എങ്ങനെ എരന്ന് കാല് പിടിച്ച് ബെഗ് ചെയ്ത് മേടിച്ചാന്നുള്ളത് ചിന്തിക്കണേ. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ വേദലക്ഷ്മി അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തില്ല, ഈ പറഞ്ഞ അബിൽദേവ് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തില്ല. ഇവർക്ക് കാശ് തിരിച്ചിടാൻ കയ്യിൽ റോബിൻ പൈസ വെച്ചിട്ട് ഇടാഞ്ഞതെന്താ? ഇവരുടെ അക്കൗണ്ട് നമ്പർ അല്ലാത്തത് കൊണ്ട് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈ ഹാൻഡ് ആ ക്യാഷ് എടുത്ത് കൊണ്ടുപോയി കൊടുത്തൂടെ? ഇല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഇവർ അക്കൗണ്ട് നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഇടാനുണ്ടോ? റോബിൻ്റെ കയ്യിൽ ഇവർക്ക് ഇട്ട് കൊടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് തീർത്തിട്ട് പോകണം. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് പിന്നെ അത് ട്രാക്ക് ചെയ്യുന്നത്? കൊടുക്കാനുള്ള കാശാണെങ്കിൽ കൊടുത്തിട്ട് പോയാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താ? കാശ് കൊടുക്കാനുണ്ട്. ഓക്കെ, കാശ് കൊടുക്കാനുണ്ട്. ഇനി ഈ അബിൽദേവനും വേദലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ഇതിനു മുന്നേ എൻ്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അവിടെ CCTV ഉണ്ട്. അബിൽദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ത്രെട്ടനിങ് തുടങ്ങുന്നു. ഞാൻ കമ്മീഷണറിനും തുമ്പ പോലീസ് സ്റ്റേഷനിലും ജനുവരി 31 2026 കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റ് കൊടുത്ത പ്രകാരം അവിടുത്തെ SHO ഈ പറഞ്ഞ അബിൽദേവിനെയും വേദലക്ഷ്മിനെയും വിളിക്കുന്നു. ഇവരവിടെ വന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത റോബിൻ, ആ ഡേറ്റും സമയവും നിങ്ങൾ ആലോചിക്കണം. ഇനി അതും പോട്ടെ, വേദലക്ഷ്മി ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാനുള്ള കാരണം കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ പച്ചത്തെറി, അതൊരു സ്ത്രീയാന്ന് പോലും നോക്കാതെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റത്തെ ദിവസം കാല് പിടിച്ചേരുന്ന മെസ്സേജുകളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ തെറിവിളി കേട്ടൊരു ലേഡി ഇവൻ എന്താണെന്നും ഏതാണെന്നുള്ളത് മനസ്സിലായി, ഞാനിത് പബ്ലിക്കിനെ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണോ? എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഇതെന്താ പറയുക, അങ്ങോട്ട് കാശ് കൊടുത്ത് ഒരു പട്ടീനെ മേടിച്ചിട്ട് അത് അറഞ്ചം പുറഞ്ചം കടി തുടങ്ങുമ്പോൾ ഈ പട്ടി കടിയം പട്ടിയാണ്, ഇത് വിഷയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റാണോ? അല്ലേ?
അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ പറ, വേദലക്ഷ്മി എന്തുകൊണ്ട് പുറത്ത് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇട്ടു? കാരണം ഇതാണ്, കാശും കൊടുത്തു, ലാസ്റ്റ് പിന്നെ ആയിരുന്നു തെറിയും കേൾക്കേണ്ട അവസ്ഥയും വന്നു. അന്നേ വേദലക്ഷ്മി കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോയതാ. അന്ന് തന്നെ അത് FIR ആക്കണം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് അന്ന് അബിലിനോട് പറഞ്ഞു. അങ്ങനെ തെറിവിളിയോ കാര്യങ്ങളോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി FIR ആക്കിയിട്ട് കേസാക്കണ്ടേ. പക്ഷെ അവിടെയും അബിൽ ദേവിനെ നീ വളരെ നല്ല രീതിയിൽ, ഇപ്പം നീ അബിൽ ദേവിനെ നല്ല അളിയാ, എന്നെയാണെങ്കിൽ പോലും പല സാഹചര്യത്തിലും അയ്യോ റോബിൻ പോട്ടെ പാവം, നമുക്ക് ഇതാണ് ഫീലിംഗ് നിന്നോട് സീരിയസ്ലി പറയാം. എനിക്കൊക്കെ ഇപ്പം പോലും ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പോലും ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് ചെയ്ത് കഴിഞ്ഞ് ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇങ്ങനെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാശ് കിട്ടാനുള്ളവന് കാശ് കിട്ടണ്ടേ എൻഡ് ഓഫ് ദ ഡേ. അത് വെള്ളത്തിൽ വരച്ച വര പോലെ പോകാൻ പറ്റൂ. പിന്നെ ഈ പറഞ്ഞ പാർട്ടി പരമായിട്ട് നീ BJP പോയപ്പോൾ നിനക്ക് കാശ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു, വീഡിയോസ് എടുത്ത്, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പുറത്തിടുന്നു പറഞ്ഞിട്ടല്ലേ. ആരാണ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞ് BJP പോയാൽ ഫണ്ട് കിട്ടും, ഫണ്ട് വരും എന്നൊക്കെ? അവർ മറ്റേ ഗണിച്ചെടുത്തതാണോ എയർന്ന് അബിലും വേദലക്ഷ്മിയും? അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം. ഇപ്പം ഈ അടുത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അബിലും റോബിനും തമ്മിലുള്ള കുറച്ച് കോൾ റെക്കോർഡുകളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി പത്രസമ്മേളനത്തേക്ക് നമുക്ക് പോവാം. ഫൈൻ, പറഞ്ഞോട്ടെ. ഒന്ന് സന്തോഷപരമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പൊന്നു ബ്രോ, ഫണ്ടുകൾ വരുന്നുണ്ട്. എനിക്കെന്തറിയോ, എനിക്ക് നീ നിന്റെ പ്രവീൺ എന്ന് പറഞ്ഞ ഈ പ്രവീൺ അടക്കം ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയാം. അപ്പൊ ആരും ആരെ കാര്യങ്ങളോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള വർത്തമാനം അതെല്ലാം വിട്. ഞാൻ പറയട്ടെ, അതെല്ലാം വിട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മർക്കല നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എന്റെ പേര് എന്ത് ചെയ്യും, 15-ാം തീയതി 20-ാം തീയതി ഇടയ്ക്ക് നമ്മൾ B ക്ലാസ് മണ്ഡലത്തിന്റെ വർച്ചയുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ എന്റെ പേര് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാനിതൊക്കെ കേട്ടതാണ്. പല ആൾക്കാരും അത് അങ്ങോട്ട് പറഞ്ഞ് ഇത് എന്നേ ഞാൻ കേൾക്കുന്നുണ്ട്. നീ നോക്ക്, നീ ഈ സാധനം ഇടുന്നതിന്റെ മുമ്പേ നിന്നെ രാജീവ് ചന്ദ്രശേഖർ നിന്റെ ഷോൾ ഇടുന്നതിന്റെ മുമ്പേ നിനക്ക് വിഴിഞ്ഞം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആരാ വഴിയാണ് പറഞ്ഞതല്ല, ഒരുത്തനോട് പറയും അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ട്. നീ ഓരോരുത്തരെ ഡെയിലി വിളിക്കുന്ന കഥകൾ പോലും എനിക്കിത് ഇങ്ങനെ വിളിക്കുമ്പോ എന്നോട് പറയുമ്പോ ഞാനിങ്ങനെ വിളിക്കും. അല്ലല്ല, നീ ആരെ വിളിച്ചാലോ എനിക്കതല്ല, ഞാൻ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ വർക്കല നിനക്ക് കിട്ടി, എന്നെ സംബന്ധിച്ച് അത് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്ക് കിട്ടട്ടെ, നിനക്ക് പൈസ വരട്ടെ, എന്റെ പൈസ സെറ്റിൽ ആവട്ടെ. പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം, നീ പറഞ്ഞ് പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. പ്രവീണെ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്താ ഈ സംഭവം. അറിയാലോ റോബിനെ, ഒബ്വിയസ്ലി അത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ വരുന്നത്. ഇങ്ങനെ വരാന്നുള്ള പറയുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് എനിക്കിപ്പോ എന്റെ ഫണ്ട് ഇമ്മീഡിയറ്റ് ഞാൻ നിക്കക്കള്ളില്ലാതെ ഞാൻ അത്ര പ്രഷർ ബ്രോ. ഞാനൊരു കാര്യം എനിക്ക് ഇനി നീട്ടാൻ ഈ ഫണ്ട് ഞാൻ പറഞ്ഞേ, ആ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് പോവാ. നീ മറ്റുള്ള കാര്യങ്ങൾ നിനക്ക് ഇനിയിപ്പോ BJP നിന്നാൽ നാളെ നിങ്ങൾക്ക് കോടികൾ കിട്ടിയായിരിക്കും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? ഇനി എന്ത് വെയിറ്റ്, എവിടെ വെയിറ്റ് ചെയ്യാനോ നീ പറയുന്നത്? ഇനി ഒരു മുന്നോട്ട് എനിക്ക് സ്റ്റെപ്പിനില്ല റോബിനെ. എന്റെ പൊന്നു ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളടുത്ത്. ഇത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം വിട്, ഇനി ആരും വേണ്ട. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. ആ മീറ്റിംഗ് ഇത് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയും, കറക്റ്റ് ഒരു ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിന്, അത് ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം എനിക്ക് ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടേക്കുക. അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഡേറ്റ്, അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ഡേറ്റ്. ഇലക്ഷൻ കഴിയാനും വിടൂല, ഇലക്ഷന്റെ മുമ്പേക്കും ഞാൻ വിടൂലേ. നിങ്ങൾക്ക് മനസ്സിലാവില്ല മനുഷ്യ. എന്തൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. കാശ് കൊടുത്തവനെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ കേൾക്കുന്നത്. കുറച്ച് മുന്നേ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ കേട്ടെ? പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ, ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ കാശ് വരുമെന്ന് അവർ ചിന്തിച്ചു. ഈ ഓഡിയോ ഒന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അതായത് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോവാണ്, അപ്പോൾ ഏത് രീതിയിൽ ഫണ്ട് വരും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക.
എന്ന് പറയുമ്പോൾ അബിൽ പറയുന്നത് എന്താ, നീ BJP നിന്നാണ്ടാ, നീ എവിടെ നിന്നാണ്ടാ, നിനക്ക് അങ്ങനെ കാശ് വരികയാണെങ്കിൽ എനിക്കെന്ത് പോയി, എനിക്ക് ഇന്റെ കാശ് കിട്ടിയാൽ മതി എന്നാണ് അബിൽ പറയുന്നത്. എന്നിട്ട് ആ അബിലിനെയാണ് പത്രസമ്മേളനത്തിൽ BJPന്റെ ഫണ്ട്, രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ കയറുമ്പോഴുള്ള ഫണ്ട് കണ്ടിട്ട് ഇവർ ഇന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ ഇന്നെ ഇവർ ഭീഷണിപ്പെടുത്തും. ഏത് ഇലക്ഷൻ്റെ മുമ്പ്, ഇലക്ഷൻ്റെ സമയത്ത്, ഇലക്ഷൻ കഴിഞ്ഞിട്ട്. റോബിന് ഇത് ഭീഷണിയായിരുന്നില്ല, നിന്നോട് അവർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഏറ്റവും പൊളൈറ്റ്ഫുൾ ആയിട്ടുള്ള വേർഷൻസ് ആയിരുന്നു ഇതൊക്കെ. നിന്റെ കൈയും കാലും അടിയും പിടിച്ച് ഇവർ കാശ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നീ എടുത്തു കൊടുത്ത സെൽഫി വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ വേദലക്ഷ്മി AK-47 പിടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു നിന്റെ മുന്നിലല്ലേ. റോബിൻ നിന്നെ മറ്റേ കുഴിബോബിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു സോഫയിൽ, എടുക്കാ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നീ എടുത്തു. അങ്ങനെ എടുക്കുന്ന ഒരാളാണോ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ? അത്ര പേടിത്തൂറിയ? അല്ല, ഇവർ അങ്ങനത്തെ ടെററിസ്റ്റുകളാണോ ഇവർ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പിന്നെയും കുറേ വീഡിയോസ് ഞാൻ കണ്ടു, നീ സ്വന്തമായിട്ട് എടുത്തു കൊടുത്ത കുറേ വീഡിയോസ്. ബ്രദറാണ്, മനുഷ്യത്വമുള്ളവനാണ്, നിങ്ങളല്ലാതെ വേറെ ഒരു സഹായമൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് എന്താ ഉണ്ടായ? ഭീഷണി ഉണ്ടായിരുന്നോ? അതും ഈ പ്രസ്തുത കേസ് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞതിന് ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലായോ? ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന ഐറ്റങ്ങളാണ്. ആദ്യം കേസ് കൊടുത്ത് പോയവനാണെങ്കിൽ ആ വഴിക്ക് പോവില്ലേ? അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവൻ്റെ കയ്യിൽ നിന്ന് കാശ് എക്സ്ട്രാ വാങ്ങാനും അവനെ ഭീഷണിപ്പെടുത്താനും അവനെ ഹണി ട്രാപ്പ് പെടുത്താനും ഉള്ള ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അവനത് കൃത്യമായി അന്നേ പോലീസ് കേസ് കൊടുത്താൽ അന്വേഷണം പോവില്ലേ? പോലീസ് കേസും കൊടുത്തു ഒരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാശും ചോദിച്ച് കരയുക, എന്നിട്ട് സെൽഫി വീഡിയോ സ്വന്തമായിട്ട് അയച്ചു കൊടുക്കുക. BJPയിലാണ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരാളെ വെയിറ്റ് ചെയ്യിക്കുക. കണ്ടില്ല? ഇതും കൂടി കേക്ക്. ഞാൻ പ്രഷർ ഡേറ്റ് പറ. ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോണത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം, 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരാഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ വന്ന് ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഈ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്ലോസ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പറയാനും പറ്റില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് നീ അത് പറയണമെന്നില്ലടോ. ഞാൻ എന്തിനാ പറയുന്നത്? ബേസിക്കാരി ഞാനൊരു പൊളിറ്റീഷ്യൻ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കാം, പാർട്ടി ഫണ്ട് എങ്ങനെ നിന്റെ കയ്യിൽ വരാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ എവിടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞേ? പാർട്ടി ഫണ്ട് എന്നാണോ പറഞ്ഞത്? എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ആരുമായിട്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇനി ആരെയും വിളിക്കാൻ നിൽക്കേണ്ട. ഓഹോ, ഇലക്ഷന്റെ സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചെലവാക്കാൻ കൊടുത്ത പൈസയുടെ ഒരു ബ്രാക്കറ്റും കണക്ക് കാണിക്കേണ്ട ബ്രാക്കറ്റിനും പുറത്ത് വേറൊരു ഫണ്ടിങ് എടുക്കുക. പ്രശ്നമാണല്ലോ റോബിനെ. ഇത് ക്രിയേറ്റഡ് ഓഡിയോ എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ 24ന്റെ ചാനലിൻ്റെ അവിടെയാണ്. ഒക്കെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. നേരെ ഇവിടുന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് വിടും. അബിലിൻ്റെ വീടോ സ്ഥലമോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ അബിലിനോട് ഞാൻ ചോദിച്ചു അവിടെ ചെന്ന് അബിലിൻ്റെ ഫോൺ ഞാൻ തുറന്ന് കാണിച്ചിട്ട് ആദ്യം മുതലുള്ള ചാറ്റ് ഞാൻ കാണിക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ പാടില്ല. ഇത് മറ്റേ അജ്മൽ ഇൻ്റലിജൻസ് ആണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒക്കെ ഇങ്ങനെ. ഇപ്പോൾ റോബിൻ ഇൻ്റലിജൻസ്, അങ്ങനെ റോബിൻ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ റോബിൻ ഇൻ്റലിജൻസ് ഒന്നും എടുത്ത് വെക്കരുത്. ഇതിലൊന്നും ഒരു ഉള്ളതായിട്ട് എൻ്റെ അറിവില്ല. പിന്നെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഓഡിയോയുടെ തുടക്കത്തിൽ 2-3 സെക്കൻഡ് മാത്രം റോബിൻ പറയുന്ന സ്ലാങ്ങിൽ റോബിൻ്റെ ശബ്ദത്തിൽ ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറോട് ചോദിച്ചാൽ അറിയാം. അതിൻ്റെ ബ്രില്യൻസ് ഒന്നും ഇന്നും ടെക്നോളജിയിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നും പിടിച്ചു കളയരുത്. പക്കായിട്ട് അബിലിൻ്റെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പല ഫണ്ടുകളും വരാനുണ്ട്, പലതും വരും. ഓക്കെ, പാർട്ടിയിലൂടെയോ അല്ലെങ്കിലും വരും. ആ വരുന്ന ഫണ്ടിന് നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നലെ കൊടുത്ത പ്രസ് മീറ്റിൽ പറയുകയാണ്, ഇവരെന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ കാശ് കിട്ടും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടോ തെറ്റിദ്ധരിച്ചുകൊണ്ടോ എന്നെ ഇവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് എവിടുന്ന് കാശ് കിട്ടാൻ? ഞാനൊരു കാശിനെ കുറിച്ച് ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്ക് പാർട്ടി കാശ് തരൂ. മാനിപ്പുലേഷൻ പാടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമോ? ഞാൻ കാശ് വാങ്ങി കാശ് കൊടുക്കാണ്ട് അതിൻ്റെ പേരിൽ ഇനി പിന്നെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ നിന്നെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തു പറഞ്ഞിട്ട് പോയിക്കോ. മാനിപ്പുലേറ്റ് ചെയ്യരുത്. ആടിനെ പട്ടിയാക്കണ പരിപാടി കാണിക്കരുത്.
ഇനി ഈ സെക്കൻഡ് ഇന്നെന്ന് പറയുന്നത് March 9. ഇന്ന് തൊട്ട് ഇനിയുള്ള 10 ദിവസം നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, ഈ 9-ാം തീയതിക്ക് ഇടയ്ക്ക് ഏത് ദിവസവും ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ 20 വെച്ചു, March 20 വെച്ചു. ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന് തൊട്ട് ഈ 20-ാം തീയതിക്കകത്ത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ. ഇല്ല 6 ലക്ഷം ഫണ്ട് സെറ്റിൽ ആക്കേണ്ട കാര്യം പറയുമ്പോൾ 6 ലക്ഷം പറയുന്നേ. നിങ്ങൾ പിന്നെ 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷം വേണം. ഇന്ന് നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ഇത് ഈ പറഞ്ഞ വാക്കിൽ 10 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ തീർക്കുന്ന പറഞ്ഞേ. 23rd വൈകുന്നേരം 4 മണിക്ക്. ഇനി 2 ആഴ്ച ഞാൻ നിനക്ക് വേണ്ടി കാത്തുത്തിരിക്കണം എന്നാ? ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, 6 ലക്ഷം രൂപ. ഒരു മിനിറ്റ്, അക്കൗണ്ട് ഒക്കെ ഇടാം. നീ ആദ്യത്തെ സംസാരിക്കുക. 6 ലക്ഷം രൂപ എനിക്ക് ആദ്യം നീ സെറ്റിൽ ആക്കണം. അത് സെറ്റിൽ ആക്കാതെ ഞാൻ നിന്നെ വിശ്വസിക്കൂല. എങ്കിൽ ഒരു കാര്യം പറയട്ടെ, 6 ലക്ഷം ഞാൻ പറയട്ടെ, എങ്കിൽ അതിന് എനിക്ക് ഒരു 1 വീക്ക് ടൈം. ഇല്ല, അത്രയ്ക്ക് പോകുമ്പോ റോബിൻ, ഞാൻ നിന്റെ ഒരു ബേസിക് കാര്യം നിന്നോട് ചോദിച്ചേ. നിന്നെ ഇനി ഒരു പോയിന്റിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ സത്യ റോബിനെ, ഞാൻ ഒരു കംപ്ലൈന്റിന് പോലും വിൽക്കാതെ ഞാൻ നിൽക്കാണ്. ഞാൻ സത്യമായിട്ട് പറയാം, എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി പ്രശ്നത്തിൽ വെച്ചത്. ഇത് ഭീഷണിയല്ല, കാരണം നീ എന്നെ വ്യക്തിപരമായി പറ്റിച്ച് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക നീ എന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് ബ്രോന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇല്ല ഈ ഇതിന്റെ അപ്പുറം ഈ പറഞ്ഞുകൊണ്ടിരുന്നേ. എടാ നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞേ, നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേക്കെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് 6 ലക്ഷം നീ എന്റെ ലാസ്റ്റ് മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഒരു ദിവസത്തേക്ക് മേടിച്ച് പറ്റിച്ച പൈസ നീ വെക്ക്. നില്ല എന്റെ പൊന്നു ബ്രോ, ഈ വെള്ളിയാഴ്ച എങ്കിൽ 6 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈഡേ ആണ് 6 lakhs ട്രാൻസ്ഫർ. മറ്റൊന്ന് 23rd വെച്ചോ. ഓക്കെ, ഇനി ഇതിലൊരു മാറ്റമില്ല. അല്ലല്ല, എന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കൾ 4. നീ എവിടുന്ന് ഫണ്ട് കിട്ടുന്നു? നീ എന്നെ ബോധിപ്പിക്കുന്നെങ്കിൽ എന്റെ പൊന്നു ബ്രോ, എനിക്ക് പല സ്ഥലത്തു നിന്ന് ഇപ്പൊ ഫണ്ട് കിട്ടും. ഞാൻ പാർട്ടിക്കാരനാണ് ഇപ്പം, അതാദ്യം മനസ്സിലാക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ BJP പാർട്ടിയിൽ ഒരു അംഗമാണ്. മറ്റന്നാൾ തൊട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ പോവുകയാണ്, വർക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മണ്ഡലം എന്ന് പറയുന്നത് CPM മണ്ഡലത്തിൽ ഒരു എന്ത് തേങ്ങ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. വർക്കല എന്ന് പറയുന്നത് CPM മണ്ഡലല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് നിനക്ക് ഒരു മിനിറ്റ് റോബിനെ, ഞാൻ പറഞ്ഞത് പണ്ടുള്ളതുപോലെ അല്ല. എനിക്കിപ്പോ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കോണ്ടാക്ട്സ് ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നെ സംബന്ധിച്ച് റോബിൻ, നിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? എന്റെ അടുത്ത സ്റ്റെപ്പ് ലീഗൽ മൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് അക്കൗണ്ടിൽ കയറും. അല്ല റോബിൻ, ഞാൻ ഇപ്പോഴും പറയാ, നിന്നെ ഉപദ്രവിക്കലല്ല എന്റെ കാര്യം. ഇപ്പോഴും നാളെ നിനക്ക് റോബിൻ, ഞാൻ കോടീശ്വരന്മാരെ കാണാത്തല്ലേ. നീ ഒരു MLA ആയാലോ, നീ പാർട്ടിന്റെ ഇത് പേര് വന്നാലോ, നിനക്ക് ഇതിൽ ബിഗ് ബോസ് കിട്ടിയാലോ, ഇതിൽ നിനക്ക് 100 ആൾക്കാരുടെ ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞാലോ, ഇതൊക്കെ നിനക്ക് കിട്ടിയാൽ നിന്നെ സംബന്ധിച്ച് നല്ലത്. എനിക്ക് അതിലോട്ട് ഒന്നും ഒരു എക്സൈറ്റഡ് അല്ല. BJP-ക്കാരനായ ഫണ്ട് വരും. നോട്ടടിക്കുന്ന മെഷീൻ വല്ലതും ഉണ്ടോ BJP-ക്കാരെ? ഇത് BJP-ക്കാർ കേൾക്കണേ. ഞാൻ പഴയ പോലെ അല്ല. ഐ എം എ പൊളിറ്റീഷ്യൻ നൗ. ഐ എം എ BJP politician now and I will get fund. ഫണ്ട് വരും. ഇത് ലൂസിഫർ പറഞ്ഞ പോലെ ബോബി കൊണ്ടുവരും. ആരാണാവോ BJP-യുടെ ബോബി ഇങ്ങനെ ഫണ്ട് എടുത്ത് എറിയാൻ മാത്രം? ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ പോകാം, ഒക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഏത് രാഷ്ട്രീയം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ സ്വന്തം കാശും മറ്റേ പോക്കറ്റ് ഇറക്കിയുള്ള കാശ് മേടിക്കാൻ വേണ്ടിയിട്ടാവരുത്. അതല്ല പൊളിറ്റിക്സ്, അത് പൊളിട്രിക്സ്. ഇപ്പം റോബിൻ്റെത് ഒരു പൊളിട്രിക്സ് ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നത്. നിങ്ങൾക്ക് പണ്ടത്തെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാം, ഒരു രാഷ്ട്രീയക്കാരനാവുന്നു, മന്ത്രിയാവുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ തോന്നാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിലേക്കുള്ള വഴി വെട്ടുമ്പോൾ സ്വന്തം കാശ് പോക്കറ്റ് അറച്ച് ഉണ്ടാക്കി സ്വയം അത് ഭയങ്കര സെറ്റപ്പായി അതിൽ കിട്ടുന്നതിനെ നക്കാപ്പിച്ച് നാട്ടുകാർക്ക് കൊടുക്കാം. അങ്ങനെ അതാണോ പൊളിറ്റിക്സ്? അല്ലേ? അത് പൊളിറ്റിക്സ് എന്ന് പറയില്ലല്ലോ, അത് പൊളിട്രിക്സ്. അതാണ് സാധനം. അത് പൊളിറ്റിക്കൽ ബിസിനസ് എന്ന് പറയുമോ ആ സാധനത്തിന്? നിങ്ങളൊന്ന് ആലോചിക്കുക. അബിൽ പല പ്രാവശ്യം കേസ് കൊടുക്കും. ഈ അബിലിൻ്റെ പ്രശ്നം എന്താ പറയുമോ? അബിൽ കണ്ണടച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോബിനായിട്ട് നിങ്ങൾ ഒരു ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അയ്യോ പാവം തോന്നിപ്പോകും അവനോട്. ഓക്കെ, ഉള്ള കാര്യം പറയാലോ. അത് ഈ പറഞ്ഞ റോബിൻ നല്ല രീതിയിൽ അബിലിൻ്റെ ഒപ്പം അത് മുതലെടുത്തിട്ടുണ്ട്. പിന്നത്തെ കാര്യം, അബിൽ ദേവ് കേസ് കൊടുക്കാൻ പോകുമ്പോൾ അബിൽ ദേവിൻ്റെ ചിന്ത എന്തായിരിക്കും? ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തു, ഇനിയൊരു കേസായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിയമ നടപടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോഴും എസ്കേപ്പ് ആവുന്നത് റോബിനല്ലേ, അബിലിന് കാശ് തിരിച്ചു കിട്ടും. എനിക്ക് പേഴ്സണലി അറിയാം, ഈ പൈസ കൊടുത്ത് തിരിച്ചു ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അബിലിൻ്റെ കുട്ടിക്ക് വയ്യാതാവാത്ത ആയ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെരി വെരി അൺഫോർച്ചുനേറ്റ് ആണ്.
മനസ്സിലായോ? വെരി അൺഫോർച്ചുനേറ്റ് ആണ്. ആ സിറ്റുവേഷനിലൊക്കെ റോബിനെ വളരെ കൃത്യമായി വിളിച്ചറിയിച്ച് കാശ് തിരിച്ചു തരണം, എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ അബിൽ. പിന്നെ കേസ് കൊടുത്തതിന് ശേഷവും കാശ് ചോദിക്കുക എന്ന് പറയുന്നത് എന്ത് പ്രക്രിയയാണ്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഓൾറെഡി കാശ് എനിക്ക് തന്ന് സഹായിച്ച വ്യക്തി എന്നെ പല രീതിയിൽ ട്രാപ്പ് ചെയ്തും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നിൽ നിന്ന് ഈടാക്കിയും എനിക്കുള്ള ഫണ്ട് എന്നിൽ നിന്ന് പിടിച്ചു പറിക്കാൻ എന്നെ ഹരാസ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തൊരു വ്യക്തി അത് കഴിഞ്ഞ് ഉടനെ വരും ദിവസങ്ങളിൽ വീണ്ടും കാശ് ചോദിക്കുകയാണ് അതേ വ്യക്തിയോട്. ചങ്കേ കരളെ മുത്തേ യു ആർ മൈ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുവാണ് ഇത്? അതെങ്ങനെ? ഹൗ ക്യാൻ ബി പോസിബിൾ? ഡ്യുവൽ പേഴ്സണാലിറ്റി, ദ്വന്ദ് വ്യക്തിത്വം, അപര വ്യക്തിത്വം അല്ലേ? അന്യനമ്പി റമോ, അങ്ങനെ എന്തെങ്കിലും ഐറ്റങ്ങളാണോ? അടുത്ത കേൾക്കാം. അതെ, ഞാൻ പറഞ്ഞില്ലേ ജനുവരി 31 അന്നാണ് ഞാൻ ഇതേപോലെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത്. മനസ്സിലായി? ജനുവരി 31 ഞാൻ പറയട്ടെ ലെറ്റ് മീ കണ്ടിന്യൂ. ജനുവരി 31 ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ ജനുവരി 29-30 ഈ അബിൽ ദേവ് എന്നെ വിളിച്ചിട്ട് എടാ നിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ എടുത്തിടും, നീ എനിക്ക് ഫണ്ട് അയച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്തിടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ചീത്ത വിളിച്ചു. മനസ്സിലായി? അവന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നതല്ല, ഇവരെന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഇതേപോലെ എന്താണ് റോബിൻ എൻ്റെ കാശ് എവിടെ? നിന്റെ കാശോ? അതിലാണ് ആ വോയിസ്. അങ്ങനെ ഏത് കാശ്? അപ്പം ഞാൻ ചോദിച്ചു ഏത് കാശ്? നിന്റെ ഏത് കാശ്? അപ്പം നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകണം. ഓൾറെഡി ഈ പുള്ളിക്കാരനെ ചീത്ത വിളിച്ചിട്ട് അജിറ്റേറ്റഡ് ആയി ഇരിക്കുന്ന അടുത്ത സെക്കൻഡിലാണ് പുള്ളി അവരെൻ്റെ അടുത്തുണ്ട് വിളിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് ഞാൻ ചീത്ത വിളിച്ച കാര്യം ഞാൻ വിളിച്ചെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിളിക്കുന്നുണ്ട്. അത് പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ പുള്ളിക്കാരി ചീത്ത വിളിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചീത്ത വിളിച്ച എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ഈ വോയിസ് വെച്ചിട്ട് എന്ത് ചെയ്യും? അബിൽദേവ് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാ, ഈ പുള്ളിക്കാരെ ചീത്ത വിളിക്കുന്ന വോയിസ് വെച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. സാർ എന്നെ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതേ വ്യക്തമായിട്ട് എൻ്റെ ആ റെസീറ്റും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ തുമ്പ പോലീസ് സ്റ്റേഷൻ കമ്മീഷണറിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെന്നെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വോയിസ് വെച്ചിട്ട് നിനക്ക് എഗൻസ്റ്റ് ഇടുമെന്ന് തന്നെ പറഞ്ഞു. അത് തന്നെ അവരെന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിന് അവർ ജെന്യൂൻ ആണെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല പോലീസ് സ്റ്റേഷൻ? അന്ന് വിളിച്ചിട്ട് വന്നില്ലല്ലോ. എടാ നീ ഇപ്പോൾ ബ്രോന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ബ്രോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ പോലീസ് സ്റ്റേഷനിൽ? നിങ്ങൾ ശരിയാണെങ്കിൽ ഞാൻ അതാ ചെയ്ത. എന്തുകൊണ്ട് അവർ ചെയ്തില്ല, വന്നില്ല? ഇതുവരെയായിട്ട് വരാത്ത എന്തേ? ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് വരുന്നില്ല? അത് വരണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം, റോബിനെ അവരെന്തിന് പോലീസ് സ്റ്റേഷനിൽ വരണം? നീ പറ. നീ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുമ്പോഴത്തേക്ക് ഓടി പിടിച്ച ഒരു പോലീസ് സ്റ്റേഷനിൽ വരണോ? അവർ നിനക്ക് കാശ് തന്നത് തിരിച്ചു ചോദിക്കുമ്പോൾ നീ അവരെ തന്തയ്ക്കും തള്ളയ്ക്കും തെറിയും വിളിച്ച് അത് നിനക്കെതിരെ അവർ കേസാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഓടിപ്പോയി കേസ് കൊടുത്ത നിന്റെ കുരുട്ടുബുദ്ധി അതല്ലേ? ആ കുരുട്ടുബുദ്ധിക്ക് അവർ ഇനി നിന്ന് തരണമായിരുന്നോ? നിന്നെ ത്രട്ടൻ ചെയ്തു എന്നാണ് നീ പറയുന്നത്. കാശ് മേടിച്ച് നക്കിയതിനപ്പോൾ ഒരു കണക്കുമില്ലേ മോനെ? ഇല്ലേ? പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നത്. റോബിനോടുള്ള പേഴ്സണൽ ബന്ധത്തിനുപരി ഞാൻ ചോദിക്കുകയാണ്, കാശ് കൊടുക്കാനുണ്ടെങ്കിൽ കാശ് കൊടുത്ത് തീർക്കണ്ടേ? ഇനി ആ കൊടുക്കാനുള്ള കാശിൽ വല്ല വേറെ സീനുകൾ, അതായത് പലിശയോ കൂട്ടുപലിശയോ ഇൻട്രസ്റ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ സംസാരിച്ച് തീർക്ക്. അതൊരു മാന്യത. അതൊരു മനുഷ്യനെ കൊണ്ട് എത്താത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും പൊതുജനത്തിന് മനസ്സിലാവും. ആ മേടിച്ച ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ക്യാപിറ്റൽ, ആ മേടിച്ച ആ ഒരു സാധനം, ആദ്യം ഇൻട്രസ്റ്റിന് എടുത്ത ആ പൈസ അല്ലെങ്കിൽ ആദ്യം കടം മേടിച്ചൊരു പൈസയോ, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും പറയാൻ കാരണം എന്താണ്, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസോടുകൂടി പറയുകയാണ്. റോബിനൊന്ന് മാറ്റി പറഞ്ഞ് ഇത് ഞാൻ പറയുന്നത് ഒരു AI ആണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല സായിനോട് എന്നൊക്കെ പറഞ്ഞു പോകരുത്. പിന്നെ നാളുകളിൽ റോബിന് പറ്റിപ്പോയത് എന്താ പറയുക, ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഒരു സാധനം റോബിൻ്റെ ഇല്ലാന്ന് പറയും. ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് റോബി വരികയാണെന്നുണ്ടെങ്കിൽ അത് AI ആണെന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഈ ഫുൾ പത്രസമ്മേളനത്തിൽ റോബി പറഞ്ഞത് ഒന്നും സേവ് ചെയ്തിട്ടില്ല, ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഒരു രീതിയിലുള്ള ചാറ്റുകളില്ല, എല്ലാം ക്ലിയർ ആണ്, റോബിൻ്റെ ഒന്നുമില്ല. അതേ ഒരു കള്ളത്തരമാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, അതൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ സാധനങ്ങളാണ്. വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ പണിയല്ലേ? കാരണം ഇങ്ങനെ പൈസ ചോദിച്ച് ഇങ്ങനെ ഒരാളെ പറയുക, അയാൾ പൈസ ചോദിച്ച് തിരിച്ച് വിളിക്കുമ്പോൾ അയാളെ ഇട്ട് ഗോട്ടി കളിപ്പിക്കുക. ഈ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയാൻ കാരണം എഗെയിൻ ഞാൻ പറയുന്നത്, പലരെ കൊണ്ടും പലരോടും ഇൻട്രസ്റ്റിന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടും ചോദിച്ചിട്ടുണ്ട് റോബിൻ. എടുത്ത് തന്നിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, എടുത്ത് തന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ അല്ല. അവസ്ഥ ഉള്ളവരെ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരുത്തിന് ഇപ്പോൾ 6 ലക്ഷം രൂപ കൊടുക്കാണ്ട്. ഓനൊക്കെ പഠിച്ച പണി 16 പിന്നാലെ നടന്ന് ചോദിക്കുന്നുമുണ്ട്. പിന്നെ ഒരു ജംഷീൻ്റെ കേസിൽ മാത്രം ഞാൻ ഇടപെട്ടിട്ടുണ്ട്.
അതിലായിരിക്കും ആദ്യമായിട്ട് റോബിൻ അങ്ങോട്ട് കൊടുത്തതും ഓൻ ഇങ്ങോട്ട് തരാനുള്ളതുമായിട്ട് അനക്കൊരു പ്രോഫിറ്റിലൊരു സാധനം തിരിച്ചു കിട്ടിയത്. എന്നിട്ടും ഞാൻ ആ ചെക്കനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നാക്കൊണ്ടാണ് ജംഷിയെ എനിക്ക് ഇത്ര പൈസ പോയത്. കുറേ കഥകളുണ്ട് മക്കളെ, ഇഷ്ടംപോലെ കഥകളുണ്ട്. ഞാൻ അതൊന്നും ട്രാക്ക് ചെയ്യുന്നില്ല. എനിക്കിവിടെ അബിലിൻ്റെ കാര്യം മാത്രമാണ്. ഇത്രയും പൈസ കൊടുക്കാൻ ഉണ്ടായിട്ട് ആ കൊടുക്കാൻ ഉണ്ടായ വ്യക്തി, അതായത് റോബിൻ, ഇയാളെക്കുറിച്ച് വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ അബിൽ ദേവ് എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് ഭയങ്കര ദേഷ്യം വെറുപ്പ് വരുന്നു. ഈ ലക്ഷ്മി ബിഗ് ബോസിലുള്ള സമയത്ത് മനസ്സിലായി, എനിക്ക് ഭയങ്കര ദേഷ്യം വെറുപ്പ് വരുന്നു. അതറിയുന്ന ഒരുപാട് പേരുണ്ട്, അത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അഭിഷേക്. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് അബിലിൻ്റെ കാര്യത്തിൽ എനിക്ക് ശരിയാണ്, അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് ന്യായം വേണമെന്ന് തോന്നാൻ കാരണം എന്താ പറയുക, കാശിൻ്റെ വിഷയമാണ് ആളിയ. ഒരു 1-2 ലക്ഷത്തിന്, 1-2 ലക്ഷം തന്നെ വലിയ പൈസയാണ്. 10-30-40 ലക്ഷം ഉറുപ്പ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈ കഥ. പിന്നെ അബിൽ പൊട്ടനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പൊട്ടനാന്ന് തന്നെ വിചാരിച്ചോട്ടെ. ഞാൻ അബിലോടും പറഞ്ഞു, നിങ്ങൾ പൊട്ടനാണ്, അതിനത്ര പൈസ ഇങ്ങനെ ഒരുത്തൻ തരാനുള്ള പൈസ തന്നിട്ടില്ല, വീണ്ടും വീണ്ടും ഒരു പൈസ എടുത്തു കൊടുക്കേണ്ട കാര്യം എന്താ? അത് വേറെ കോമഡി. അത് അബിലിൻ്റെ മണ്ടത്തരം ഞാൻ പറയുള്ളൂ. പലപ്പോഴായിട്ട് ഇവൻ ഈ കാശ് തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുമ്പോൾ അത് നിയമപരമായിട്ട് പോകേണ്ടതും അബിലിൻ്റെ കാര്യമായിരുന്നു. ഇപ്പോൾ ഇവൻ നിയമപരമായിട്ട് പോയിട്ട് ഇപ്പോൾ വലിയ ആളെ പോലെ ഞാൻ നിയമപരമായിട്ട് പോയി, ഇനി അവർ വാടാ പോലീസ് സ്റ്റേഷനിലേക്ക്. എപ്പടി കോണ്ടെക്സ്റ്റ് വേറെ. ഇപ്പൊ ഒരാൾ മാത്രം സംസാരിക്കുന്ന, ഞാനിപ്പോ റീസെന്റ് ഒരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ എന്താ ഇട്ടത്? എല്ലാവരും പറയുന്നു ഞാൻ BJP-ക്കാരനായതുകൊണ്ട് ഞാൻ ഒരു വർഗീയവാദിയാണെന്ന്. ഞാൻ വർഗീയവാദിയല്ല. ഞാൻ എവിടെ വർഗീയത പറഞ്ഞിട്ടുണ്ട്? പൊതുവെ BJP-ക്കാർ വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം ആ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? പൊതുവേ പറഞ്ഞു. എല്ലാവരും പറയാറില്ലേ? ഞാൻ ചോദിക്കും, പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJP-ക്കാരെല്ലാവരും വർഗീയവാദികളെന്ന്? പറയാറുണ്ടല്ലോ. ഇല്ല പറയാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് 1 വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്ന മാർച്ച് എത്രാം തീയതി? 3-ാം തീയതി. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിന്റെ ABCD അറിയത്തില്ല, എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷെ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതവിടെ റോബിൻ അവരുടെ ഇന്റൻഷൻ അതാണല്ലോ. ഞാനിപ്പോൾ BJP പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ട് കഴിഞ്ഞ എന്താണ് നമ്മുടെ പ്രൊട്ടസ്റ്റിനൊക്കെ പോയ വീഡിയോസ് എല്ലാം അത്യാവശ്യം വൈറലാണ്, എല്ലാ ആൾക്കാരിലേക്ക് എത്തി ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ള. അത് കുറെ പേർക്ക് എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല. അത് പിടിക്കാത്ത പലരും എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല മതത്തിലുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പൊ അവർക്കറിയാം ഈ ഒരു സാധനം ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഈ രീതിയിൽ ഒരു അറ്റാക്ക് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, പൊതുവെ നോർമലി കേരളത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, BJP-ക്കാർ വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. ശരി, അപ്പൊ ആ പാർട്ടിക്ക് അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് ഇട്ട് കൊട്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ BJP-നെ കുറിച്ച് സംസാരിച്ചതും അതിലെ നേതാക്കന്മാരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അബിലിന് പുറത്തിടാൻ പറ്റുമെങ്കിൽ അവർ പുറത്തിടും, BJP-ക്കാരറിയട്ടെ. ഇതെങ്ങനെയുണ്ട്? ഇതിനിടയിൽ കൂടി പല വേറെ മതത്തിൽപ്പെട്ടവരും, അത് വർഗീയതയല്ലേ ഇപ്പം ഈ പറഞ്ഞത്? അത് വർഗീയതയല്ലേ പറഞ്ഞത്? BJP-യുടെ വർഗീയതയെക്കുറിച്ച് പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ തനിക്കെതിരെ വരുന്ന ഹെയ്റ്റിൻ്റെ കൂട്ടത്തിൽ അത് വേറെ മതത്തിൽപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള വർഗീയതയാണ് ഇപ്പോൾ പുറത്തു ചാടി. അബിൽ ദേവിന് താൻ BJP ആയതുകൊണ്ടോ BJP നിന്നതുകൊണ്ടോ ഒന്നും അബിലിനൊന്നും പോകാനും കിട്ടാനും ഇല്ല. അബിലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിത്വം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫണ്ട് വരും, BJP-ക്കാരനാണ്, ഫണ്ട് വരും, പാർട്ടിക്കാരനാണ്, ഫണ്ട് വരും, ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആ ചങ്ങായിനെ കൊണ്ട് ഇരുത്തിച്ച് ലാസ്റ്റ് BJP പൊളിറ്റീഷ്യൻ എന്നുള്ള ടാഗിൽ കുണ്ടറയിലേക്ക് വാടാ പൈസ സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നു, അങ്ങോട്ട് വിളിപ്പിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ പൊളിട്രിക്സ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചത് ഇപ്പം എന്തിനാ? മേടിച്ച പൈസ കൊടുക്കാതിരിക്കാനുള്ള ഒരു ടൂളായിട്ടാണ്. ദയവ് ചെയ്തൊരു രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുന്നു, BJP-ക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും, മേടിച്ച പൈസ തിരിച്ചു കൊടുപ്പിക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ്. അത് കൊടുക്കുക എന്നുള്ളത് റോബിനും മനസ്സിലാക്കുക ഒരു മാന്യതയാണ്. അല്ലാതെ പത്രസമ്മേളനം വിളിച്ചിട്ടോ പോലീസ് കേസ് കൊടുത്തിട്ടൊന്നും അല്ല സീൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അതല്ല അതിൻ്റെ രീതി. മേടിച്ച പൈസ കൊടുക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും കൂടുതൽ എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള ഇൻട്രസ്റ്റോ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ള പരിപാടികൾ നോക്കുക. അല്ലാതെ മേടിച്ച മുതൽ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് വൃത്തികേടും ചെറ്റത്തരവുമാണ് റോബിനെ. ചെയ്യാൻ പാടില്ല, അത് ആരോടാണെങ്കിലും ചെയ്യാൻ പാടില്ല. പിന്നെ അത് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അത് തന്നവനെ ഈ പറയുന്നത് അത് A-ക്ലാസ് മറ്റേ പരിപാടി എടുത്തത്. ഇനി ഇതൊരു 2-3 വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ലോങ് ആയി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാനിവിടെ വേറൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വെക്കാം, അബിൽ ദേവിൻ്റെ ചാറ്റിൻ്റെ ഒരു സ്ക്രീന്.
അത് നിങ്ങളൊന്ന് കാണും. ഇതിനകത്ത് പല ചാറ്റുകളും ഇതിനകത്ത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി. ഒരു വീഡിയോ ഇവിടെ ഇപ്പോൾ പ്ലേ ആവും. ഓക്കെ, നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോയിൻ്റെ ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. അപ്പം ദൈവത്തോർത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷനാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27 തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായിട്ട് വരട്ടെ. ഈ ഒരു ബ്രദറിൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരും. എങ്ങനെയുണ്ട്? ഇനി ആ ചാറ്റ് നിങ്ങൾ നോക്ക്. ചെക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ ഫുള്ള് കാണുക. എമർജൻസി. ഇത് അബിൻ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തതല്ല, അബിൽ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തല്ല, റോബിനായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്ത വീഡിയോ ആണ്. അപ്പോഴും പറയുന്നത് കാശ് താന്നാ. അപ്പോൾ ഇതിന് സാലറി കൊടുക്കണം, അതിനാണ് ഈ പൈസ ചോദിച്ചതെന്നാണ് റോബിൻ്റെ അങ്ങോട്ടുള്ള റിപ്ലൈ. യൂസ് ചെയ്യുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് വിന്നറായിട്ട് വാ, ഹെൽപ്പ് ചെയ്യ്, സീസൺ 8 വിന്നർ, യു ആർ മൈ ഹീറോ, ഹീമാൻ. എങ്ങനെയുണ്ട്? ഈ പറഞ്ഞ പെണ്ണ് കേസിൽ പ്രതിയായ അമ്മയ്ക്ക് തെറി വിളിച്ച ഈ പറഞ്ഞ അബിൽ ദേവിന്, ആ അബിൽ ദേവിനോട് കേസ് കൊടുത്തതിന് ശേഷവും 27 മെയ് 2026 വന്നിരുന്നുണ്ട്. ബിഗ് ബോസ് വിന്നറാണ്, 90 കേത്ത, എന്നെ എല്ലാ അവസ്ഥയിലും സഹായിച്ച നിങ്ങളാണ്, യു ആർ മൈ ഹീറോ. എന്തൊക്കെ പറഞ്ഞാൽ ഈ മെസ്സേജുകൾ പോകുന്നത് നോക്കും. ഓഡീഷൻ്റെ കാര്യം ചോദിക്കുന്നു, ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നു. റോബിനാണോ തീരുമാനിച്ചത് ബിഗ് ബോസ് വിന്നറാണ് അബിൽ കയറിയ എന്നുള്ളത്? അപ്പോൾ അതൊരു തരം ഇൻഡയറക്റ്റ് സാധനമാണ്. നീ കയറിക്കുക ബാക്കിയാന്ന് നോക്കിക്കൊണ്ട്. ഇപ്പം ഏത് രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ആണ് റോബിനെ, ഈ വ്യക്തിയോട് റോബിൻ നടത്തിയിട്ടുള്ളത്? എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എൻ്റെ അവസ്ഥാനോട് ചോദിക്കുന്നത് അറിയാലോ. പിന്നെ നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും പരിശത്തുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് ശ്രമിച്ചത്. അപ്പോൾ ഒരു ഫ്രൈഡേ ആകുമ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ട്, പക്ഷേ നമുക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റേ മെഡിസിനൊക്കെ ചെയ്താൽ മാത്രമേ അവരത് എഴുത്ത് വയ്ക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ പ്ലീസ്, ചക്കരക്കുട്ടല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എൻ്റെ അവസ്ഥാനോട് ചോദിക്കുന്നത് അറിയാലോ. പിന്നെ നിങ്ങൾക്കാണ് കുറച്ചെങ്കിലും പരിശത്തുള്ളത്. പിന്നെ ഞാൻ ഇന്നത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് ശ്രമിച്ചത്. അപ്പോൾ ഒരു ഫ്രൈഡേ ആകുമ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രൈഡേ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ട്, പക്ഷേ നമുക്ക് രാവിലെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് മറ്റേ മെഡിസിനൊക്കെ ചെയ്താൽ മാത്രമേ അവരത് എഴുത്ത് വയ്ക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ. ചക്കരയല്ലേ. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും, സത്യം പറഞ്ഞാൽ പല സമയത്ത് പല ഘട്ടങ്ങളിൽ എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ബ്രോ. മരിക്കുന്നത് എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ ആ എഫേർട്ട് എടുത്ത് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, എന്തെന്ന് പറഞ്ഞാലും എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബ്രോ. എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും എനിക്കത് ഞാൻ ആലോചിക്കരുത്. ഈവൻ നമ്മൾ പല പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും എനിക്കൊരു ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു ബ്രോ. അത് ഞാൻ പറഞ്ഞില്ല, അത് ലക്ഷത്തിൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ മനസ്സ് വരത്തുള്ളൂ. മനസ്സിലായ? എന്തായാലും കുഴപ്പമില്ല ബ്രോ, എനിക്ക് മനസ്സിലാക്കാം. ഈ പ്രാവശ്യം ഫണ്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു. എങ്ങനെയുണ്ട്? ദൈവമാണ് ദൈവം. കഴിഞ്ഞ ജൂണിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂണിലാണ് ഈ മെസ്സേജസ് പോകുന്നത്. നിങ്ങൾ ആലോചിക്കണേ. കേസൊക്കെ കൊടുത്തതിന് ശേഷവും ദൈവമാണ്, എന്നെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങളെൻ്റെ ദൈവം, നിങ്ങൾ മനുഷ്യത്വമുള്ളവനാണ്. പിന്നെ അമ്മയുടെ വിഷയമൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഭയങ്കര സാഡ് കാര്യമാണ്. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ ഒരു മനുഷ്യന്. ആ അവസ്ഥയ്ക്കൊക്കെ ചിലവാകുന്ന പൈസയൊക്കെ നമുക്ക് ഭയങ്കര ബേർഡനാണ്, അതൊക്കെ അറിയാം. പക്ഷെ ആ സിറ്റുവേഷനിൽ പോലും നിങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഈ അബിൽ ദേവ്. എന്നിട്ടാണോ മിസ്റ്റർ റോബിൻ നിങ്ങൾ ആ വ്യക്തിയുടെ അമ്മേനെ തെറി വിളിച്ചിട്ടൊക്കെ വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ വോയിസ് ഇടുന്നത്, അതെടുത്ത് സ്റ്റോറി ആക്കുന്നത്? മനുഷ്യത്വം ഇല്ലെന്ന് ഞാൻ തിരിച്ചു ചോദിക്കുക. 1-2 പൈസയാണോ റോബിനെ കൊടുക്കാനുള്ളത്? കൊടുക്കണ്ടേ? ചക്കരയും തേനും പാലും ഒലിപ്പിച്ച് മേടിച്ച പൈസയാണല്ലോ, അല്ലേ? ഇനിയിപ്പോൾ ലക്ഷ്മീൻ്റെ ബിഗ് ബോസിൽ ജയിപ്പിക്കാനോ ലക്ഷ്മീനെ രക്ഷപ്പെടുത്താനോ വേണ്ടിയിട്ടാണ് പൈസ തന്നെന്നുള്ളൊരു വേർഷൻ പറഞ്ഞാലും, ലക്ഷ്മീൻ്റെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും കാശ് മേടിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ അതെന്തിനു മുകളിലായിരുന്നു? ഇനി ഈ അബിൽ ദേവിനെ ബിഗ് ബോസ് കയറ്റാന്നോ, ബിഗ് ബോസ് കയറി വിന്നറാക്കാന്നോ, ഇനി അതിൻ്റെ മുകളിൽ മുട്ടായിട്ട് കൊടുത്ത് വാങ്ങി ഇനി അങ്ങനെ ഒരു വേർഷൻ വരുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് അബിൽ ദേവ് എന്നെ ഒന്നും പറയരുത് റോബിനെ, പ്ലീസ്. റോബിൻ കാശ് കൊടുക്കാനുള്ള പലരും മിണ്ടാതിരിക്കുകയാണ്. ആരും മിണ്ടിയില്ല, പലരും മിണ്ടി തുടങ്ങിയിട്ടില്ല, പലരും പോട്ടെ. അതായത് നമുക്കൊക്കെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്ന് വീട്ട് ഇത്. പക്ഷെ എന്താ പറയുക, അബിലിൻ്റെ അവസ്ഥ ഒന്നും അങ്ങനെയല്ല. ഇപ്പം ഈ ചെയ്ത പരിപാടികളുണ്ടല്ലോ, ഈ പത്രസമ്മേളനം പരിപാടിയൊക്കെ, ഇത് അബിലിന് ആദ്യമേ ആവായിരുന്നു. ഇലക്ഷൻ്റെ സമയത്ത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തില്ല അബിൽ. കേസിനും പോയില്ല, അവിടെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്തു.
കാശും മേടിച്ച് ലാസ്റ്റ് അയാളെ ഒരുമാതിരി ആക്കണ പരിപാടി കാണിച്ചിട്ട് ഇനി ന്യായീകരിക്കരുത്. ഉള്ള കാശ് കൊടുക്കാനുള്ളത് കൊടുത്തു തീർത്താൽ മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ഹോണ്ട് ചെയ്യും നമ്മളെ. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കൊടുക്കാനുള്ള കാശ് കൊടുക്കുക. ഓക്കെ.